വഖഫ് വിഷയം എല്ലാം മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് വഖഫ് ബോർഡ്. എന്തിനാണ് പുകമറ സൃഷ്ടിക്കുന്നതെന്ന് അറിയില്ലെന്നും ചെയർമാൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നതേ ഇതിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കുറേയൊക്കെ അറിയാം. നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ പുകമറ വെച്ച് സംസാരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇരട്ടത്താപ്പിന് മുന്നിൽ കച്ചവട താല്പര്യങ്ങളെന്നാണ് BJP വ്യക്തമാക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ പരിഹാരം കാണാനാകില്ലെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ ആവർത്തിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MS വീണയും ഡൽഹിയിൽ നിന്നും ദിലീപും ചേരുകയാണ്. ആദ്യം ദിലീപിലേക്ക്. ദിലീപ്, BJP സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ്. ഒപ്പം മുൻപ് പറഞ്ഞ നിലപാടുകൾ വിഴുങ്ങുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സൂചിപ്പിച്ചത്, അല്ലേ? കാരണം പല രീതിയിലും ആ മുൻ നിലപാടിൽ നിന്നും തെന്നിമാറുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ കാണാൻ സാധിച്ചത്, അല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് നിലപാടിൻ്റെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിലപാട് മാറ്റം സ്വാഭാവികമായിട്ടും ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം നിലപാട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും വഖഫ് ബോർഡ് വിഷയത്തിൽ അദ്ദേഹത്തിന് വെറും 10 മിനിറ്റ് മതി ഈ ഒരു പ്രശ്നം പരിഹരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സമയത്ത് അദ്ദേഹം വെല്ലുവിളിച്ചത്. പക്ഷേ 10 മിനിറ്റ് പോരാഞ്ഞിട്ട് ഇനി എത്ര വർഷം എടുത്താലും ഇത് പരിഹരിക്കാനാകില്ല എന്നടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ചോദ്യങ്ങൾ, അതായത് ആദ്യം മുതൽക്കേ മുനമ്പം വിഷയം ചോദിച്ച സമയത്ത് പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോരോ വിഷയങ്ങൾ വ്യതിചലിച്ച് പോവുകയാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് എല്ലാ മാധ്യമപ്രവർത്തകരും സൈലന്റ് ആയതിനു ശേഷം വ്യക്തമായി ചോദിച്ചു അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് വഖഫ് ബോർഡുമായി വിഷയത്തിൽ എന്നാണ് അദ്ദേഹത്തിന് ചോദിച്ചത്. അന്നേരം അദ്ദേഹം പറഞ്ഞത് വഖഫ് ബോർഡിന്റെ ഈ നിലവിലത്തെ വിഷയത്തിൽ എനിക്കൊന്നും പ്രതികരിക്കാനില്ല എന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് പിണറായി സർക്കാർ ഇറങ്ങിയ സമയത്ത് 10 മിനിറ്റിന് മുമ്പിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ഒരു 8ന്റെ പണി തന്നിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങി എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഈ 10 മിനിറ്റ് ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കാൻ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തായാലും നിലവിൽ സർക്കാരുമായും അതോടൊപ്പം തന്നെ മന്ത്രിസഭ മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കടക്കുക എന്നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സുരേഷ്, പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ അദ്ദേഹം യാതൊരുവിധ നിലപാട് സ്വീകരിക്കാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള നിലപാട്, അതായത് പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് എടുത്തിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് പുതിയ നിയമത്തിന് എതിരായി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതേസമയം നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഈ വഖഫ് ബോർഡ് വിഷയത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായി നിലപാട് വ്യക്തമാക്കുകയില്ല. അതോടൊപ്പം തന്നെ ഇനി എന്ത് നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അവിടെയും ഇവിടെയും തൊടാതെ, അതായത് അവിടുത്തെ ജനങ്ങളെ ഇറക്കിവിടില്ല, അതോടൊപ്പം തന്നെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ പോലും ഇതിന് വ്യക്തമായ നിലപാട് നൽകുന്നില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും 10 മിനിറ്റ് അല്ല, ഇനി 5 വർഷം എടുത്താലും ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. ദിലീപ് തുടരുക. ദിലീപിലേക്ക് തിരികെ. ഇപ്പോൾ തിരുവനന്തപുരത്തിന് MS വീണ ചേരുകയാണ്. വീണ, വലിയ വിമർശനം തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യമന്ത്രി VD സതീശനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രിയും സർക്കാരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അല്ലേ? തീർച്ചയായും KP, അത് തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രസ്താവനകൾ നടത്തിയത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് 10 മിനിറ്റ് മാത്രം മതി മുനമ്പത്തെ ഭൂമി പ്രശ്നം തീർക്കുന്നതിന്, പരിഹാരം കാണുന്നതിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു ഉത്തരവിറക്കുന്നതിനുള്ള അതിൻ്റെ ഔദ്യോഗികപരമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ട 10 മിനിറ്റ് കൊണ്ട് ആ ഒരു പ്രശ്നം തീർക്കാൻ സാധിക്കുമെന്ന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് VD സതീശൻ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് 10 മിനിറ്റ് കൊണ്ട് കഴിയാത്തതെന്നുള്ള ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മുനമ്പം ഭൂമിയെ വരെ പോർട്ടലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ഔദ്യോഗികമായിട്ട് ആ രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തതാണ് സാങ്കേതികപരമായിട്ടുള്ള ഒരു തടസ്സം. മാത്രമല്ല, മുനമ്പം പ്രശ്നത്തിൽ അത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കി തീർക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ന്യായീകരണം പറഞ്ഞു. ഒപ്പം തന്നെ പോകുന്ന പോക്കിൽ പിണറായി സർക്കാർ വരുന്ന സർക്കാരിന് ഒരു 8ന്റെ പണി തന്നിട്ടാണ് പോയതെന്നും അദ്ദേഹം പഴയ സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട്
വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത്, പ്രതിപക്ഷ നിരയിൽ നിന്ന കാലത്ത് പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി പറയുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന് പിന്നാലെയാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. KS ഹംസയാണ് ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് ചെയർമാൻ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വഖഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മുൻപത്തെ ഭൂമി പ്രശ്നത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ VD സതീശൻ അറിയാം. അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖമറ സൃഷ്ടിക്കുന്ന തരത്തിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. ഒപ്പം തന്നെ 59,000 ഭൂമികളാണ് ഇത്തരത്തിൽ വഖഫ് ബോർഡിന് കീഴിൽ അല്ലെങ്കിൽ വഖഫ് ഭൂമിയായിട്ട് കണക്കുകൾ ഉള്ളത്. അത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് മെയ് 17-ന് മുനമ്പം ഭൂമിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോർട്ടലിൽ കണക്കുകൾ ഉൾപ്പെടുത്തിയത്. സർക്കാരിന് വേണമെങ്കിൽ ഇനിയും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക്, അത്തരത്തിലുള്ള നടപടികളിലേക്ക് VD സതീശൻ കടക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയോ എന്നുള്ള ചോദ്യത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും അത്തരം കൂടിക്കാഴ്ചകളിലേക്ക് എത്തിയിട്ടില്ലെന്നുമാണ് ചെയർമാൻ, വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. എന്തായാലും മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടിനും അദ്ദേഹം പറഞ്ഞ വാക്കുകളിലും കടുത്ത വിയോജിപ്പും അമർഷവുമാണ് KS ഹംസയുടെ വാക്കുകളിൽ പ്രകടമായത്. KP വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും ഡൽഹിയിലേക്ക്. ദിലീപ്, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ഈ നിലപാടിലെ ഇരട്ടത്താപ്പിന് മേൽ കൃത്യമായ കച്ചവട താല്പര്യങ്ങളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം വിശദമാക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് നിലപാടുകളുടെ രാജകുമാരൻ അല്ലെങ്കിൽ പൂക്കി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ യാതൊരുവിധ വ്യക്തതയും ഇല്ല എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ആദ്യം മുതൽക്കേ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 10 മിനിറ്റ് മതി എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. വളരെ സിമ്പിളൈസ് ചെയ്ത കാര്യമായിരുന്നു. പക്ഷേ ഏകദേശം ഒരാഴ്ച പിന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൻ്റെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും മാധ്യമ പ്രവർത്തകർക്കുള്ള സ്വാതന്ത്ര്യം നൽകിയില്ല. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പ വിഷയത്തിൽ താങ്കളുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞ സമയത്ത് പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. മറ്റു ചോദ്യങ്ങളിലേക്ക് പോയി. വീണ്ടും ഈ ചോദ്യങ്ങൾ വരുമ്പോൾ വീണ്ടും അദ്ദേഹം തെന്നിത്തെറിച്ച് പോവുകയാണ് ചെയ്തത്. പിന്നീട് എല്ലാ മാധ്യമ പ്രവർത്തകരും ഒരുമിച്ച് ഈ ചോദ്യം ചോദിച്ചു, മുനമ്പം വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്, താങ്കളുടെ നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വ്യക്തമായി മറുപടി നൽകാൻ സാധിക്കില്ല എന്നും, പിണറായി സർക്കാർ ഇറങ്ങിയ സമയത്ത് 8ന്റെ പണി തന്നിട്ടാണ് പിണറായി സർക്കാർ ഇറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തനിക്ക് ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിക്കില്ല, അതിൻ്റെ പ്രശ്നവും പിണറായി സർക്കാരിലേക്ക് വെക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ അവിടുത്തെ ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും ഈ ജനങ്ങളെ ഇറക്കി വിടില്ല എന്ന് പറയുമ്പോഴും മുനമ്പം വിഷയത്തിൽ വഖഫ് ബോർഡിൻ്റെ നടപടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം വഖഫ് ബോർഡിനെ എതിരെ പറയാനോ അല്ലെങ്കിൽ വഖഫ് ബോർഡ് ചെയ്ത ആ ഒരു രജിസ്ട്രേഷൻ തെറ്റാണെന്ന് പറയാനോ തന്നെ ഒന്നും തയ്യാറായില്ല. എന്തായാലും വലിയൊരു ഇരട്ടത്താപ്പ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണത്തിൽ നിന്നും ഈ ഒരു വാർത്താ സമ്മേളനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ ഒരു വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണേണ്ടി വരും എന്നടക്കമുള്ള കാര്യങ്ങൾ തന്നെ കടക്കേണ്ടി വരും. പ്രത്യേകിച്ച് VD സതീശൻ ഇതിൽ നിന്നും വ്യക്തമായ ഒരു നിലപാടോ വ്യക്തമായ രീതിയിലുള്ള ഒരു മറുപടി നൽകിയില്ല. അതേസമയം വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞ വിഷയത്തിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാര്യമാണ്, പുകമുറ സൃഷ്ടിക്കാനാണ് ഈ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി എന്തായിരിക്കാം ഈ ഒരു വിഷയത്തിൽ സർക്കാരും അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയും എടുക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുരേഷ്, ഡൽഹിയിൽ നിന്നും ദിലീപ് കുറ്റിച്ചൻ.